നമസ്കാരം. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. ഈജിപ്തിൽ സൈനിക അട്ടിമറിക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന മുർസി അനുകൂലികൾക്ക് നേരെ നടന്ന വെടിവയ്പിൽ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. നഹദ സ്ക്വയറിൽ നടന്ന വെടിവയ്പിൽ മാത്രം 300 പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. മരണം 2200-ലേറെയെന്ന് ബ്രദർഹുഡ്. ഈജിപ്തിൽ 1 മാസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വെടിവയ്പിൽ പ്രതിഷേധിച്ച് ഇടക്കാല വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അൽ ബറാദി രാജിവെച്ചു. ഹജ്ജ് സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾക്ക് പുതിയ നിയമാവലി സൗദി സിവിൽ ഏവിയേഷൻ പുറത്തിറക്കി. യാത്രയിൽ കാലതാമസം വരുത്തിയാൽ വിമാന കമ്പനികളുടെ സേവനം റദ്ദാക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വീട്ടുജോലിക്കാരെ കൂടുതലായി റിക്രൂട്ട് ചെയ്യുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം. വിസ പരിശോധനയ്ക്ക് കൂടുതൽ പരിഷ്കരിച്ച സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ബിരുദധാരികളായ സ്വദേശികൾക്ക് അധ്യാപന ജോലിയിൽ പരിശീലനം നൽകുമെന്ന് തൊഴിൽ സഹമന്ത്രി. കുവൈത്തിൽ 15 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നിർബന്ധമാക്കുന്നു. വിസ സ്റ്റാമ്പിംഗ് വേളയിലടക്കം വിദേശികൾക്കുള്ള മുഴുവൻ വൈദ്യപരിശോധനകളും കർശനമാക്കാനും തീരുമാനം. സാംക്രമിക രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്ന വിദേശികളെ തിരിച്ചയക്കും. മുംബൈയിൽ നാവികസേനയുടെ മുങ്ങിക്കപ്പൽ INS സിന്ധുരക്ഷകിൽ പൊട്ടിത്തെറി. 18 നാവികർ മരിച്ചു. അപകടത്തിൽ മരിച്ചവരിൽ 3 മലയാളികളും. ഈജിപ്തിൽ ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് നേരെ സൈന്യത്തിന്റെ നരനായാട്ട്. മുർസി അനുകൂലികളെ ഒഴിപ്പിക്കാനുള്ള സൈനിക നടപടിയിൽ കുറഞ്ഞത് 300 പ്രക്ഷോഭകരെങ്കിലും കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ 2200-ലേറെ പേർ കൊല്ലപ്പെട്ടതായി ബ്രദർഹുഡ് വൃത്തങ്ങൾ അറിയിച്ചു. നഹദ ചുത്തരം ഒഴിപ്പിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അവകാശപ്പെട്ടു. കൂട്ടക്കുരുതിയിലുള്ള പ്രതിഷേധം ഈജിപ്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടുണ്ട്. ഈജിപ്തിൽ 1 മാസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സൈനിക നടപടിയിൽ അന്താരാഷ്ട്ര പ്രതിഷേധവും ശക്തമാണ്. അതിരൂക്ഷമായ സംഘർഷാവസ്ഥയാണ് നഹദ ചത്തുരത്തിലും റാബിയ അൽ അദബിയയിലുമുള്ളത്. സൈന്യത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ഇവിടെ തമ്പടിച്ചിരിക്കുന്ന പ്രക്ഷോഭകരെ ഒഴിപ്പിക്കാനുള്ള നടപടി ഇന്ന് രാവിലെയോടെയാണ് ആരംഭിച്ചത്. കവചിത വാഹനങ്ങളും ഹെലികോപ്റ്ററുകളും വെടിവെപ്പിനായി സൈന്യം ഉപയോഗിച്ചു. സൈന്യം ബുൾഡോസറുകളുമായി പ്രക്ഷോഭകരുടെ ക്യാമ്പുകളിലേക്ക് കടന്നു കയറുന്ന ദൃശ്യങ്ങൾ ചാനലുകൾ പുറത്തുവിട്ടു. പരിക്കേറ്റവരുടെ എണ്ണം 10,000 കവിഞ്ഞതായി ബ്രദർഹുഡ് വൃത്തങ്ങൾ അറിയിച്ചു. നഹദ ചത്തുരം ഒഴിപ്പിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അവകാശപ്പെട്ടു. എന്നാൽ റാബിയ അൽ അദവിയയിൽ നിന്ന് പ്രക്ഷോഭകർ ഒഴിഞ്ഞുപോകാൻ കൂട്ടാക്കിയിട്ടില്ല. മുർസി അനുകൂലികളെ വ്യാപകമായി അറസ്റ്റ് ചെയ്യുന്നതായ വാർത്ത ദേശീയ ടെലിവിഷൻ സ്ഥിരീകരിച്ചു. പ്രക്ഷോഭ കേന്ദ്രങ്ങളിലേക്കുള്ള എല്ലാ വഴികളും സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. മാധ്യമപ്രവർത്തകർക്ക് പോലും ഇവിടേക്ക് പ്രവേശനമില്ലെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. മുഹമ്മദ് സാക്കി എന്ന ഫോട്ടോഗ്രാഫറും ഒരു വനിതാ ജേർണലിസ്റ്റും കൊല്ലപ്പെട്ടു. അൽ ജസീറ ഫോട്ടോഗ്രാഫർക്ക് പരിക്കേറ്റു. നഹദ ചത്തുരത്തിൽ നിന്നുള്ള എല്ലാ ചാനലുകളുടെയും പ്രക്ഷേപണം നിർത്തിവെച്ചു. മുർസി അനുകൂലികളുടെ യാത്ര തടയാൻ കെയ്റോയിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. സൈനിക നടപടിയിൽ പ്രതിഷേധിച്ച് ഈജിപ്തിലുടനീളം പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അലക്സാണ്ട്രിയ, അൽമനിയ, സൂയസ് എന്നിവിടങ്ങളിൽ നടന്ന സംഘർഷങ്ങളിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. സംഭവങ്ങളെ തുടർന്ന് ഈജിപ്തിൽ 1 മാസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സൈനിക ആക്രമണത്തിനെതിരെ ഈജിപ്തിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധമുയർന്നു. ആയുധം കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്ന് ഷൈഖുൽ അഹ്സർ അഹമ്മദ് ത്വയ്ബ് പറഞ്ഞു. പട്ടാളം ആത്മസംയമനം പാലിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ജർമ്മനിയും ആവശ്യപ്പെട്ടു. സൈനിക നടപടിയെ തുർക്കിയും ഖത്തറും അപലപിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. കൈറോ കൂട്ടക്കുരുതി അറബ് ലോകത്തൊന്നാകെ വൻ പ്രതിഷേധത്തിന് കാരണമായി. പ്രക്ഷോഭകർക്ക് നേരെ നടന്നത് മനുഷ്യത്വ വിരുദ്ധ നടപടിയാണെന്ന് ഖത്തർ കുറ്റപ്പെടുത്തിയപ്പോൾ ജനങ്ങൾക്കിടയിൽ സമാധാനം ഉറപ്പുവരുത്താൻ നടപടി വേണമെന്ന് സൗദി ഉൾപ്പെടെ മറ്റ് അറബ് രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ഈജിപ്തിൽ സമാധാനപരമായ പ്രക്ഷോഭം നയിച്ചവർക്ക് നേരെ സൈന്യം നടത്തിയ കിരാത നടപടിക്കെതിരെ അറബ് ലോകത്തും വ്യാപക പ്രതിഷേധം. പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ചിലർ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കൊപ്പം UAE ഉൾപ്പെടെ അറബ് രാജ്യങ്ങളും നടത്തിയ നീക്കം പരാജയപ്പെടുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ട സൈനിക നടപടി ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് അറബ് പൊതുസമൂഹം. അതേസമയം മുസ്ലിം ബ്രദർഹുഡിനോടുള്ള രാഷ്ട്രീയ വിയോജിപ്പിന്റെ പേരിൽ ഈജിപ്ത് സംഭവ വികാസങ്ങളിൽ വ്യക്തമായ പ്രസ്താവന പുറപ്പെടുവിക്കാൻ ചില രാജ്യങ്ങൾ വിസമ്മതിക്കുകയുമാണ്. നിരപരാധികളെ കൂട്ടക്കുരുതി നടത്തിയ സൈനിക നടപടി ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ വയ്യെന്ന് ഖത്തർ ഭരണകൂടം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ഈജിപ്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ നീക്കങ്ങളും ഉടൻ ആരംഭിക്കണമെന്നാണ് സൗദി ഉൾപ്പെടെ പ്രധാന അറബ് രാജ്യങ്ങൾ വ്യക്തമാക്കിയത്. ഈജിപ്തിലെ ഗുരുതരമായ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ UN-ഉം അറബ് ലീഗും രംഗത്ത് വരണമെന്ന ആവശ്യവും സജീവമാണ്. MCA നാസർ, മീഡിയ 1, ദുബൈ. ഈജിപ്തിലെ കൂട്ടക്കുരുതിയെ വൈറ്റ് ഹൗസ് അപലപിച്ചു. സംഭവങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമായ ഘട്ടത്തിൽ ഇടപെടുമെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. അവസാനഘട്ടമായ സൈനിക നടപടി സ്വീകരിക്കൂ എന്ന ഉറപ്പ് ഈജിപ്തിലെ ഇടക്കാല സർക്കാർ ലംഘിച്ചതായി ആംനസ്റ്റി ഇന്റർനാഷണൽ കുറ്റപ്പെടുത്തി. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്നും ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് സൈനിക ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു.
അതിനിടെ ഇടക്കാല വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അൽ ബറാദി രാജിവെച്ചു. ഈജിപ്ഷ്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് $5.8 മില്യൺ നഷ്ടം ഇന്നത്തെ വ്യാപാരത്തിലുണ്ടായി. അതിനിടെ അലക്സാൻഡ്രിയ ഉൾപ്പെടെ 8 നഗരങ്ങളിൽ കർഫ്യൂവും പ്രഖ്യാപിച്ചു. ഈജിപ്തിൽ പ്രക്ഷോഭകർക്ക് നേരെ സൈന്യം നടത്തിയ കൂട്ടക്കുരുതിയിൽ UAE മാധ്യമപ്രവർത്തകയും കൊല്ലപ്പെട്ടു. പ്രമുഖ ഇംഗ്ലീഷ് പത്രമായ ഗൾഫ് ന്യൂസിന്റെ അനുബന്ധ പ്രസിദ്ധീകരണമായ എക്സ്പ്രസിന്റെ റിപ്പോർട്ടർ ഹബീബ അഹമ്മദ് അബ്ദുൽ അസീസ് എന്ന 26-കാരിയാണ് വെടിയേറ്റ് മരിച്ചത്. വാർഷിക അവധിക്ക് ദുബൈയിൽ നിന്നും സ്വന്തം നാടായ ഈജിപ്തിലേക്ക് പോയതായിരുന്നു ഇവർ. കുറഞ്ഞ കാലം കൊണ്ട് പേരെടുത്ത മാധ്യമപ്രവർത്തകയാണ് തങ്ങൾക്ക് നഷ്ടമായതെന്ന് എക്സ്പ്രസ് ഡെപ്യൂട്ടി എഡിറ്റർ മസ്ഹർ ഫാറൂഖി പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക്. കുവൈത്തിൽ 15 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നിർബന്ധമാക്കുന്നു. വിസ സ്റ്റാമ്പിംഗ് വേളയിൽ അടക്കം വിദേശികൾക്കുള്ള മുഴുവൻ വൈദ്യപരിശോധനകളും കർശനമാക്കാനും തീരുമാനമുണ്ട്. സാംക്രമിക രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്ന വിദേശികളെ തിരിച്ചയക്കും. ആരോഗ്യമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള രാജ്യത്തെ മുഴുവൻ ആരോഗ്യ പരിശോധന കേന്ദ്രങ്ങൾക്കും പ്രതിരോധ കേന്ദ്രങ്ങൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയതായി പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ കുത്തിവയ്പ് പൂർത്തിയാക്കിയ മുഴുവൻ കുട്ടികൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. ഇതിനായി അതത് താമസ സ്ഥലങ്ങളിലെ പ്രിവന്റീവ് ക്ലിനിക്കുകളെയാണ് സമീപിക്കേണ്ടത്. വിസ പുതുക്കുന്ന വേളയിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാക്കും. പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രത്യേക തുള്ളിമരുന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ പുതുതായി രാജ്യത്തെത്തുന്ന വിദേശികൾക്ക് വിസ സ്റ്റാമ്പിങ്ങിന് മുമ്പ് നടത്തിവരുന്ന വൈദ്യപരിശോധന കുറ്റമറ്റതാക്കാനും നിർദ്ദേശമുണ്ട്. ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് ലഭിക്കാൻ നിലവിലുള്ള പരിശോധനയും ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ നാട്ടിൽ നിന്നും അവധി കഴിഞ്ഞെത്തുമ്പോൾ നടത്തുന്ന പരിശോധനയും കൂടുതൽ കർശനമാക്കും. പരിശോധനകളിൽ സാംക്രമിക രോഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ തന്നെയാണ് പുതിയ ഉത്തരവിലൂടെ മന്ത്രി വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നു മുതലാണ് പുതിയ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരിക എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. മീഡിയ 1 കുവൈത്ത്. UAE-കാർക്ക് പ്രിയം ഒമാൻ പെട്രോൾ പമ്പ്. കോർഫുഖാൻ റോഡിലെ ഒമാൻ പെട്രോൾ പമ്പിൽ തിരക്കൊഴിയുന്നില്ല. നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസവും പെട്രോൾ നിറയ്ക്കാൻ ഇവിടെ എത്തുന്നത്. ഈ കാണുന്നതാണ് അൽമഹ പെട്രോൾ പമ്പ്. പ്രതിദിനം 2 ലക്ഷം ലിറ്റർ എണ്ണ വാഹനങ്ങളിലേക്ക് അടിക്കുന്ന ഈ പെട്രോൾ പമ്പിന്റെ 24 മണിക്കൂറുമുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. UAE-യിലുള്ളവർക്ക് പ്രിയം ഒമാൻ പെട്രോൾ പമ്പാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. ഫുജൈറ കോർഫുഖാൻ റോഡിലെ ഒമാൻ പ്രദേശമായ മദ്ഹയിലുള്ള അൽമഹ പെട്രോൾ പമ്പിലെ തിരക്ക് അതിനുള്ള തെളിവാണ്. ഇതിന് കാരണവുമുണ്ട്. ഒമാൻ പെട്രോളിന് UAE-യിലേക്കാൾ വില കുറവാണെന്നത് തന്നെ പ്രധാനം. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും തിരക്കുള്ള ഒരു പെട്രോൾ പമ്പ് കാണണമെങ്കിൽ അൽമഹയിൽ എത്തിയാൽ മതി. എല്ലാവരും ഇവിടെ വന്നിട്ടാണ് പെട്രോൾ അടിക്കുന്നത്. കാരണം ഒരു UAE-നെ സംബന്ധിച്ചിടത്തോളം 40 ഫിൽസിൻ്റെ ഒരു ലിറ്ററിൻ്റെ മുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ കോർഫുഖാനിൽ നിന്നും ഫുജൈറയിൽ നിന്നും നല്ല ആൾക്കാർ ഇഷ്ടംപോലെ വന്നിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ട് പെട്രോൾ അടിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഫുൾ ടാങ്കൊക്കെ അടിക്കുകയാണെങ്കിൽ ഒരു 30-35 ഗ്രാംസോളം ലാഭം കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. അതാണ് ആൾക്കാർ ഇടത്തേക്ക് ആകർഷിക്കുന്നത്. سعر البنزين في محطة المها قل سعرا من المحطات اللي موجودة في إمارة. ഒമാൻ പെട്രോളിന് UAE പെട്രോളിനേക്കാൾ 60 ഫിൽസ് വരെ കുറവാണ്. ഫുൾ ടാങ്ക് അടിക്കുന്നവർക്ക് 35 ദിർഹത്തിന്റെ ലാഭം വരെ ലഭിക്കും. 25 കിലോമീറ്റർ അകലെയുള്ള ഫുജൈറയിൽ നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള കോർഫുഖാനിൽ നിന്നും ഇവിടെ എണ്ണയടിക്കാൻ ധാരാളം പേരാണ് സ്ഥിരമായി എത്തുന്നത്. ക്യാമറമാൻ യൂസഫ് അലിക്കൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ 1. വിസ പരിശോധനയ്ക്ക് സൗദി തൊഴിൽ മന്ത്രാലയം പുതിയ സംവിധാനം ഏർപ്പെടുത്തി. സൗദി കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് വീട്ടുവേലക്കാരെ റിക്രൂട്ട് ചെയ്യുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിസ പരിശോധനയ്ക്ക് സൗദി തൊഴിൽ മന്ത്രാലയം പുതിയ സംവിധാനം ഏർപ്പെടുത്തി. മന്ത്രാലയത്തിന് ലഭിക്കുന്ന വിസ അപേക്ഷയിൽ ഹാഫിസ് സംവിധാനമനുസരിച്ച് മന്ത്രാലയത്തിലെ വിദഗ്ധർ പരിശോധന നടത്തും. അപേക്ഷയിൽ കാണിച്ച ജോലിക്ക് യോഗ്യരായ സ്വദേശികൾ ലഭ്യമാണെങ്കിൽ അവരെ നിശ്ചയിക്കും. അല്ലാത്തപക്ഷം സ്ഥാപനത്തിന് വിസ തൊഴിൽ മന്ത്രാലയം അനുവദിക്കും. വിദേശികൾ തൊഴിലെടുക്കുന്ന ഏത് ജോലിക്കും സ്വദേശി തയ്യാറാവുകയാണെങ്കിൽ രാജ്യത്തെ പൗരന്മാരെ നിയമിക്കണമെന്നതാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ മാനദണ്ഡം. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് തൊഴിൽ മന്ത്രാലയം സംഘടിപ്പിച്ച പരിപാടിക്ക് ശേഷം തൊഴിൽ സഹമന്ത്രി ഡോക്ടർ മുഫ്രിജ് അൽ ഹക്ബാനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് വീട്ടുവേലക്കാരെ റിക്രൂട്ട് ചെയ്യാനും സൗദി ഉദ്ദേശിക്കുന്നുണ്ടെന്ന് സഹമന്ത്രി പറഞ്ഞു. സൗദി തൊഴിൽ വിപണിക്ക് ആവശ്യമായ രീതിയിൽ സ്വദേശി പൗരന്മാരെ പരിശീലിപ്പിച്ചെടുക്കാനും മന്ത്രാലയത്തിന് പദ്ധതിയുണ്ട്. രാഷ്ട്രത്തിന്റെ മാനവശേഷി പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് തൊഴിൽ മന്ത്രാലയം ലക്ഷ്യമാക്കുന്നത്. പാഠ്യപദ്ധതിയിൽ ആവശ്യമായ അഴിച്ചുപണി നടത്താനും അധികൃതർക്ക് ഉദ്ദേശമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ബിരുദമെടുത്ത സ്വദേശികൾക്ക് അധ്യാപന രംഗത്ത് അവസരം തുറന്നുകൊടുക്കുമെന്നും സഹമന്ത്രി കൂട്ടിച്ചേർത്തു. മീഡിയ 1 റിയാദ്. ഇസ്രായേൽ തടവറയിൽ നിന്ന് മോചിതരായ ഫലസ്തീനിയൻ തടവുകാർക്ക് ജന്മനാട്ടിൽ ഉജ്ജ്വല വരവേൽപ്പ്. കരിമരുന്ന് പ്രയോഗിച്ചും ആചാരവിധികൾ ഉതിർത്തുമാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും ഇവരെ സ്വീകരിച്ചത്.
ജീവിച്ചിരിക്കുന്നുവോ മരിച്ചോ എന്നറിയാതെ കണ്ണീരണിഞ്ഞ കാത്തിരിപ്പിലായിരുന്ന ഉറ്റവരുടെ നടുവിലേക്ക് വീണ്ടും എത്തിയപ്പോൾ ഈ 26 പേർക്കും അത് ഒരു രണ്ടാം ജന്മമായി തോന്നിക്കാണണം. ഇസ്രയേൽ തടവറയിൽ നിന്ന് മോചിതരായ 26 ഫലസ്തീനികളെ സ്വീകരിക്കാൻ നൂറുകണക്കിന് കുടുംബാംഗങ്ങളാണ് വെസ്റ്റ് ബാങ്കിലെ ഹിബ്രൂനിൽ എത്തിയത്. പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം ആഘോഷമാക്കി ഓരോരുത്തരും. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ ഫലസ്തീൻ സമാധാന ചർച്ചകളുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം 26 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചത്. കുടുംബത്തിൽ തിരിച്ചെത്തി സന്തോഷം പങ്കിടുമ്പോഴും ജയിലിൽ അവശേഷിക്കുന്ന സഹോദരങ്ങളെക്കുറിച്ചുള്ള വേദനയുണ്ട് പലർക്കും. തിരിച്ചുകിട്ടിയ ജീവിതത്തെ സമ്മാനമായി കണ്ട് വീടുകളിലേക്ക് മടങ്ങിയവർക്ക് നാടിനെ പോലെ പ്രതീക്ഷയുണ്ട് ബാക്കിയുള്ളവർക്കും ഒരുനാൾ നാട്ടിലേക്ക് തിരിച്ചെത്താനാകുമെന്ന്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഹജ്ജ് തീർത്ഥാടകരെ പുണ്യഭൂമിയിലെത്തിക്കുന്നതിന് വിമാന കമ്പനികൾക്ക് പുതിയ നിയമാവലി. ഹാജിമാരുടെ വരവിലും പോക്കിലും കാലതാമസം വരുത്തുന്ന വിമാന കമ്പനികളുടെ സേവനം റദ്ദാക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് പുതിയ നിയമാവലിയിൽ ഉള്ളത്. ബഹ്റൈനിൽ പ്രക്ഷോഭകാരികൾ ആഹ്വാനം ചെയ്ത ബന്ദിൽ പലയിടങ്ങളിലും അക്രമമുണ്ടായി. നവേദറാത്തിൽ പെട്രോൾ പമ്പ് ആക്രമണത്തിൽ ഇന്ത്യക്കാരന് ഗുരുതരമായ പരിക്കേറ്റു. പഞ്ചാബ് സ്വദേശിയായ ബജീന്ദർ സിംഗിനാണ് അക്രമത്തിൽ പരിക്കേറ്റത്. ബന്ദ് അനുകൂലികൾ തെരുവിൽ പ്രകടനം നടത്തുകയും കടകൾ നിർബന്ധിതമായി അടപ്പിക്കുകയും ചെയ്തു. ബഹ്റൈനിൽ ഭരണകൂടം വൻ സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അക്രമികളെ ശക്തമായി നേരിടുമെന്ന് പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതും അക്രമ പ്രവർത്തനങ്ങൾക്ക് പ്രേരണ നൽകുന്നതും അനുവദിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. UDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കി LDF ആരംഭിച്ച അനിശ്ചിതകാല ഉപരോധ സമരം ഗൾഫ് നാടുകളിലും ചർച്ചാ വിഷയമായിരുന്നു. ഫേസ്ബുക്കും ട്വിറ്ററും വഴി പ്രവാസികൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിരുന്നു. സമരം അവസാനിപ്പിച്ച് ഒത്തുതീർപ്പായ സാഹചര്യത്തിൽ ഖത്തറിലെ പ്രവാസി സംഘടനാ നേതാക്കളുടെ അഭിപ്രായങ്ങളിലേക്ക്. കഴിഞ്ഞ ദിവസം LDF ആരംഭിച്ച വമ്പിച്ച ഉപരോധ സമരത്തിന് വലിയ തോതിലുള്ള പിന്തുണയാണ് പ്രവാസ ലോകത്ത് ഉണ്ടായിരുന്നത്. ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലൂടെ തങ്ങളുടെ പിന്തുണ പ്രവർത്തകർ പങ്കുവച്ചു. സർക്കാർ സോളാർ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സമരം പിൻവലിച്ചത്. എന്നാൽ ഈ പ്രഖ്യാപനം നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയതാണെന്നും അണികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള മാർഗമാണ് LDF ഈ സമരത്തിലൂടെ സ്വീകരിച്ചതെന്നും ഖത്തറിലെ ഇൻകാസ് പ്രസിഡന്റ് ജോപ്പച്ചൻ തെക്കേക്കുത്ത് അഭിപ്രായപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണ പരാജയമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. UDF ഗവൺമെൻറ് അധികാരത്തിലേറ്റതിനു ശേഷം അവർ നടത്തിയ ഓരോ സമരങ്ങളും അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞു ഏത് അന്വേഷണത്തിനും നമ്മൾ തയ്യാറാണ്, ഇപ്പോഴത്തെ അന്വേഷണം കഴിയട്ടെ എന്ന് ആദ്യം മുതലേ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നു. അതുമാത്രമേ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. വളരെ കഷ്ടം തോന്നുന്നു. കേരള ജനതയെ പ്രത്യേകിച്ച് തിരുവനന്തപുരക്കാരെ മുഴുവൻ ബന്ദികളാക്കിക്കൊണ്ട് ഈ സഹന സമരം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ആർക്ക് എന്ത് നേടാൻ സാധിച്ചു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ LDFന്റെ സമരത്തിന്റെ ആദ്യപടി മാത്രമാണ് അവസാനിച്ചതെന്നും മുഖ്യമന്ത്രിയുടെ രാജിവരെ സമരം നീളുമെന്നും ഖത്തറിലെ സംസ്കൃതിയുടെ മുൻ ഭാരവാഹി സുധീർ വ്യക്തമാക്കി. എല്ലാ സമരത്തെയും അവഗണിച്ച ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ അങ്ങോളമുള്ള സമരഭടന്മാരെ അണിനിരത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുക എന്ന ഒരു സമരമുറയിലേക്ക് ഇടതുപക്ഷ മുന്നണിക്ക് കിടക്കേണ്ടി വന്നത്. ആ ജനശക്തിയും ആവേശവും സമരാവേശവും കണ്ടുകൊണ്ട് തന്നെ ആണ് ഇപ്പോൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടുള്ളത്. അതിനെ ഇടതുമുന്നണി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇതൊരു വിജയം തന്നെയായിട്ടാണ് കാണാൻ കഴിയുക. മീഡിയ 1 ഖത്തർ.